മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ഖലീഫയായി വാണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഗ്രാമീണവാസിയിൽ നിന്ന് മഹാനവറുകൾ ഒരു കുതിരയെ റക്കമായി വാങ്ങുകയും കാശ് കൊടുത്ത് ആ കുതിരപ്പുറത്ത് കയറി വീട്ടിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. അല്പം അങ്ങ് പോയപ്പോഴേക്കും കുതിരയ്ക്ക് എന്തോ തകരാറുള്ളതായിട്ട് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ കുതിരയെ തിരിച്ച് ഇദ്ദേഹത്തിനേക്ക് തന്നെ കൊടുക്കണമെന്ന് കരുതി തിരിച്ചു വന്നുകൊണ്ട് ഗ്രാമീണനോട്, ആറാബിയോട് പറഞ്ഞു, മനുഷ്യ, നിങ്ങളുടെ കുതിരയ്ക്ക് തകരാറുണ്ട്, അതെനിക്ക് വേണ്ട, നിങ്ങൾ തിരിച്ച് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ല, ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല, ഞാൻ നിങ്ങൾക്കത് വിറ്റിരിക്കുന്നത് ശരിയായ നിലക്കാണ്, ഒരു കുഴപ്പമില്ലാതെയാണ്, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നമുക്കൊരു ജഡ്ജിയെ നിശ്ചയിക്കാമെന്ന് പറയുകയും, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ അറാബി പറയുകയുണ്ടായി, യഹ്കുമു ബൈനനാ ശുറൈഹ് ഇബ്നുൽ ഹാരിസിൽ കിന്ദിയോ, നമുക്ക് പ്രസിദ്ധനായ ശുറൈഹ് ഇബ്നുൽ ഹാരിസിൽ കിന്ദി വിധി പറയട്ടെ എന്ന് പറയുകയും ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. അറാബിയുടെ വാക്ക് കേട്ട ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹൽ അഖത്തൽ ഫർസ സലീമൻ യാ അമീറൽ മുഅ്മിനീൻ, ഓ ഖലീഫ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ കുതിരയെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലല്ലേ കൈവശപ്പെടുത്തിയത്? അതെ, ഞാൻ വാങ്ങുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് വരുന്നു, ഇഹ്തഫിൽ ബിമാ ഇശ്തറൈത് യാ അമീറൽ മുഅ്മിനീൻ ഔ റുദ്ദ കമാ അഖത്ത, എന്നാൽ നിങ്ങൾ വാങ്ങിയെങ്കിൽ നിങ്ങളത് വാങ്ങിയത് നിങ്ങളവിടെ എടുത്തുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയത് പോലെ തന്നെ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെയാണ് കുതിരയെ വാങ്ങിയതെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ആ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയ സാധനം നിങ്ങൾ തന്നെ കൈവശം വെക്കണം. ഇത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഹാക്കദാ വഹലിൽ ഖളാഉ ഇല്ല ഹാക്കദാ, ഇങ്ങനെയാണോ, ഇങ്ങനെ മാത്രമേ വിധിയുള്ളൂ എന്ന് ചോദിക്കുകയുണ്ടായി. ഖൗലുൻ ഫസ്ലുൻ വഹുക്കുമുൻ അദ്ലുൻ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യസന്ധമായ വിധിയാണ്, നീതിയുക്തമായ വിധിയാണ് താങ്കൾ വിധിച്ചിരിക്കുന്നത്. അതിനാൽ സിർ ഇലൽ കൂഫ ഫഖദ് വല്ലൈതുക ഖളഅഹ, നിങ്ങൾ കൂഫയിലേക്ക് പോകണം, അവിടുത്തെ ഖാദി സ്ഥാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശുറൈഹ് ഇബ്നുൽ ഹാരിസ് അൽ കിന്ദിയെ കൂഫയിലെ ജഡ്ജിയായി നിയമിക്കുന്ന സന്ദർഭത്തിൽ ശുറൈഹ് ഖാദി അന്നത്തെ സമൂഹത്തിൽ അറിയപ്പെടാത്ത ഒരാളായിരുന്നില്ല. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ നിലയും വിലയും വിവരവും സ്ഥാനവുമെല്ലാം അറിയാമായിരുന്നു. എല്ലാവരും ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. മഹാനവറുകളുടെ അപാരമായ ബുദ്ധിയും തുളഞ്ഞ ചിന്തയും ഉന്നതമായ സ്വഭാവവും ജീവിതത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുമെല്ലാം തന്നെ അദ്ദേഹത്തെ തികഞ്ഞ ഒരു പണ്ഡിതൻ ആക്കി തീർത്തിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവര് യമനിയാണ്. കിന്ദ വംശത്തിൽ ജനിച്ച കിന്ദിൽ അഷീറ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്. നല്ലൊരു ശതമാനം ജീവിതം ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനം ജസീറത്തുൽ അറബിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച സന്ദർഭത്തിൽ യമനിലേക്കും എത്തുകയുണ്ടായി. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മുഖേന യമനിലേക്ക് എത്തിയ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാരെല്ലാവരും തന്നെ വളരെ വിഷമം പ്രകടിപ്പിച്ച ഒരു കാര്യമുണ്ട്. മഹാനായ ശുറൈഹ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ മഹാഭാഗ്യമുണ്ടായെങ്കിലും നബിയെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചരിത്രം എഴുതിയവർ മുഴുവനും പറയുന്നു, അദ്ദേഹത്തിന് ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് വന്ന് അവിടുത്തെ ആ ഷറഫാക്കപ്പെട്ട കൈ ചുംബിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നേനെ എന്ന് ചരിത്രം എഴുതിയവരെല്ലാവരും ദുഃഖം പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 5 വർഷം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാൻ പല പ്രാവശ്യം നബിയെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച് യാത്രക്ക് തയ്യാറെടുത്തെങ്കിലും പല ചുറ്റുപാടുകൾ കാരണമായിട്ട് അതിന് സാധിക്കാതെ വന്നു. 5 വർഷം കഴിഞ്ഞുപോയി. ഇനിയും കാത്തിരിക്കാൻ വയ്യ, നബിയെ കാണുക തന്നെ എന്നുറച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുറച്ച് യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാണുന്നതിന് മുമ്പ് തന്നെ ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. ഇതാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ചരിത്രം എഴുതിയ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കൂഫയുടെ ജഡ്ജിയായി നിയമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും വിയച്ചിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്വഹാബികൾ തന്നെ അറിവും പ്രാപ്തിയുമുള്ള സഹാബികൾ ഉണ്ടായിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ശുറൈഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജഡ്ജിയായി നിയമിച്ചതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. മഹാനവറുകളുടെ പാണ്ഡിത്യവും കഴിവും പ്രാഗൽഭ്യവും എല്ലാം തന്നെ അദ്ദേഹം പുറപ്പെടുവിച്ച ഫത്വകളിൽ നിന്നും ഖളാകളിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു മാത്രമായിരുന്നില്ല, ഉമർ റളിയല്ലാഹുവിന്റെ കാലശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അലി റളിയല്ലാഹു തആല അൻഹും ശേഷം വന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹും എല്ലാവരും തന്നെ മഹാനായ ഖാദി ശുറൈഹ് അവർകളെ കൂഫയിലെ ഖാദിയായിട്ട് തന്നെ നിലനിർത്തി പോരുകയുണ്ടായി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുആവിയ റളിയല്ലാഹുവിന് ശേഷം ഭരിച്ച ഉമവിയ ഭരണകർത്താക്കൾ അദ്ദേഹത്തെ നിയമിച്ചെങ്കിലും താൻ വഫാത്താകുന്നതിന്റെ 1 വർഷം മുമ്പ് അദ്ദേഹം സ്വയം ആവശ്യപ്പെടുകയായിരുന്നു, എന്നെ നിങ്ങൾ ഇനി ഈ പദവിയിൽ നിലനിർത്തരുത്, എന്നെ ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം വഫാത്താകുന്നതിന്റെ 1 വർഷം മുമ്പ് ആ ഖാദി സ്ഥാനം ഒഴിവായി സ്വസ്ഥമായ ജീവിതം നയിക്കുകയും ചെയ്തു. മഹാനായ ഖാദി ശുറൈഹിന്റെ വിധി പ്രഖ്യാപനങ്ങൾ ചരിത്ര പ്രസിദ്ധമാണ്. ഒരവസരത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ തന്റെ ഏറ്റവും വിലമതിച്ച, താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായ ഒരു പടയങ്കി നഷ്ടമായി. ദിവസങ്ങൾക്ക് ശേഷം അത് മറ്റൊരാളുടെ കയ്യിൽ ഒരങ്ങാടിയിൽ വെച്ചത് കാണുകയും അത് തന്റേതാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഈ മനുഷ്യൻ ആരായിരുന്നു സുഹൃത്തുക്കളെ? അന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്ന അമുസ്ലിങ്ങളായ ജൂത ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് സാധാരണഗതിയിൽ ദിമ്മികൾ എന്ന് പറയുക. ദിമ്മിയ ഈ അമുസ്ലിം ആ മനുഷ്യൻ പറഞ്ഞു, ഓ ഖലീഫ, ഇത് എന്റേതാണ്, ഇത് എന്റെ കയ്യിലാണല്ലോ ഉള്ളത്, അമീർ അൽ മുഅ്മിനീൻ, അത് എന്റേതാണ് മുതൽ എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതല്ല, അത് എന്റേതാണ്, ഞാൻ അത് ആർക്കും വിറ്റിട്ടില്ല, ഞാൻ ആർക്കും അത് വെറുതെ കൊടുത്തിട്ടുമില്ല, എങ്കിലല്ലേ നിന്റെ കയ്യിലെത്തുള്ളൂ, അതുകൊണ്ട് അത് എന്റേത് തന്നെയാണ് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ ആ ദിമ്മി പറയുകയുണ്ടായി, ബൈനി വബൈനക ഖാദിൽ മുസ്ലിമീൻ, നമ്മുടെ ഖാദിയുണ്ടല്ലോ ഇവിടെ, നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം, അദ്ദേഹത്തിന്റെ വിധിയിലേക്ക് നമുക്ക് കാതോർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖലീഫ, അന്നത്തെ ഇസ്ലാമിക ലോകത്തെ ഖലീഫയായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ ഖാദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മഹാനവർകൾ അത് അംഗീകരിക്കുകയും ഖാദി ശുറൈഹിന്റെ അടുക്കലേക്ക് വിധി കേൾക്കുവാൻ വേണ്ടി പോവുകയും ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം അരങ്ങേറുകയാണ്. ഇസ്ലാമിക രാജ്യത്തെ ഏറ്റവും ഒന്നാമത്തെ വ്യക്തിയായ ഖലീഫയും അതുപോലെ തന്നെ തന്റെ നാട്ടിലെ വെറുമൊരു പ്രജയായ, അതും തന്റെ മതസ്ഥനല്ലാത്ത മറ്റൊരു മതസ്ഥൻ, ആ മതസ്ഥനുമായിട്ട് ഒരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കോടതിയിലേക്ക് ജഡ്ജിയെ സമീപിച്ചിരിക്കുകയാണ്. ജഡ്ജി ബഹുമാനപ്പെട്ട അമീർ അൽ മുഅ്മിനീനോട് പറയുകയുണ്ടായി, മാ തഖുലു യാ അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല പറയുകയുണ്ടായി, ലഖദ് വജത്തു ദുർഇ ഹാദിഹി മാ ഹാദർ റജുൽ വഖദ് സഖതത മിന്നി ഫീ ലൈലത്തിൻ കദാ വഫീ മക്കാനിൻ കദാ, ഈ വ്യക്തിയുടെ കയ്യിലുള്ള അങ്കി അതെന്റേതാണ് മഹാനവറുകളെ, അത് എന്റെ കയ്യിൽ നിന്ന് ഇന്നാലെ രാത്രി ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്, അത് ആ വ്യക്തിക്ക് ഞാൻ വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഞാൻ അത് വെറുതെ കൊടുക്കുകയോ ചെയ്തിട്ടില്ല, എന്റെ കയ്യിൽ നിന്ന് വീണുപോയ പടയങ്കിയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഖാദി ശുറൈഹിനോട് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു ഈ അമുസ്ലിമായ വ്യക്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഒമാ തഖൂലു അൻത അയ്യുഹർ റജുൽ, ഓ മനുഷ്യ, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഈ വിഷയത്തിൽ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അദ്ദുർഉ ദുർഇ വഹിയ ഫീ യദി,
ഈ അങ്കി എന്റെ അങ്കിയാണ്, അതെന്റെ കയ്യിലാണ്, അതിനേക്കാൾ തെളിവ് ഈ മറ്റെന്ത് വേണം? അതെന്റെ കൈവശമാണുള്ളത്, അതെന്റെ സാധനവുമാണ്. വലാ തഹിമു അമീർ അൽ മുഅ്മിനീന ബിൽ കദിബി, ഞാൻ അമീർ അൽ മുഅ്മിനീന അലി റളിയല്ലാഹുവിനെ കള്ളനാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷേ ഇത് എന്റെ കയ്യിലാണ്, അതെന്റെ സാധനമാണ് എന്ന് പറഞ്ഞപ്പോൾ ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, ലാ റൈബ ഇൻദി ഫീ അന്നക സാദിഖുൻ ഫീമാ തഖൂലു യാ അമീറൽ മുഅ്മിനീൻ. ഓ അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ സത്യസന്ധനാണ് എന്നുള്ളതിൽ എനിക്ക് അശേഷം പോലും സംശയമില്ല. അങ്കി നിങ്ങളുടേത് തന്നെയാണ്. വലാകിൻ ലാ ബുദ്ദ ലക മിൻ ഷാഹിദൈനി യഷ്ഹദാനി അലാ സിഹത്തി മദ്ദഅയ്ത. പക്ഷേ നിങ്ങൾ വാദിക്കുന്ന ഒന്നിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ, അത് ശരിയാണെന്ന് തെളിയിക്കാൻ ഇവിടെ 2 സാക്ഷികൾ ആവശ്യമാണല്ലോ അമീറുൽ മുഅ്മിനീൻ. അത് ആരാണ്? നിങ്ങൾക്ക് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, അതെ, എനിക്ക് സാക്ഷിയുണ്ട്. എന്റെ അടിമയായിരിക്കുന്ന ഖംബറുണ്ട്, എന്റെ മകൻ ഹസനും ഇത് എന്റേതാണ് എന്നുള്ളത് ഞാൻ ആർക്കും വിറ്റിട്ടില്ല എന്നുള്ളതും അവർ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജഡ്ജി ശുറൈഹ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വലാകിന്ന ഷഹാദത്തുൽ ഇബ്നി ലി അബിഹി ലാ തജൂസു യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിന് വേണ്ടി മകൻ സാക്ഷ്യം വഹിച്ചാൽ അത് സ്വീകാര്യമല്ലല്ലോ അമീറുൽ മുഅ്മിനീൻ. അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു, യാ സുബ്ഹാനല്ലാഹ്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന ലാ തജൂസു ഷഹാദത്തുഹു. സ്വർഗ്ഗവാസിയായിരിക്കുന്ന ഒരാളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കില്ലേ? അമാ സമീഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹസനും ഹുസൈനും സ്വർഗീയവാസികളുടെ സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഹസനാണ് എന്റെ സാക്ഷി, ആ സാക്ഷ്യം പോരെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ വൈറ അന്നി ലാ ഉജീസു ഷഹാദത്തൽ വലദി ലിവാലിദിഹി. പക്ഷേ ഒരു മകൻ തന്റെ പിതാവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള തന്റെ പ്രസിദ്ധമായ വിധി പ്രഖ്യാപനം അവിടെ പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഗത്യന്തരമില്ലാതെ ആ വിധിക്ക് വാങ്ങിക്കൊണ്ട് അലി റളിയല്ലാഹു തആല ദിമ്മിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖുദ്ഹ ഫലൈസ ഇന്ദി ഷാഹിദുൻ ഗൈറുഹുമാ. എന്റെ അടിമ ഖംബറും എന്റെ മകൻ ഹസനുമല്ലാതെ മറ്റ് സാക്ഷികൾ ഇതെനിക്ക് കൊണ്ടുവരാനില്ല, അതുകൊണ്ട് നിങ്ങൾ എടുത്തുകൊള്ളൂ, അങ്കി നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ദിമ്മി പറയുകയുണ്ടായി, വലാകിന്നി അഷ്ഹദു ബി അന്ന ദർഅ ലക യാ അമീറൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ, ഈ അങ്കി നിങ്ങളുടേതാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, യാ അല്ലാഹ്, അമീറുൽ മുഅ്മിനീൻ യുഖാദിനി അമാമ ഖാദിഹി വഖാദിഹി യഖ്ലീലി അലൈഹി. അമീറുൽ മുഅ്മിനീൻ, ഈ രാജ്യത്തിന്റെ അമീർ, മഹാരാഷ്ട്രത്തിന്റെ ഖലീഫ, എന്നെ അദ്ദേഹത്തിന്റെ ഖാദിന്റെ അടുക്കലേക്ക് ഒരു വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയും അദ്ദേഹത്തിന്റെ ഖാദി എനിക്ക് അനുകൂലമായിട്ടും അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടും വിധിക്കുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അത്ഭുതപ്പെടുകയും അഷ്ഹദു അന്ന ദീനല്ലദീ യഅ്മുറു ബിഹാദാ ലഹഖുൻ, ഇങ്ങനെ കൽപ്പിക്കുന്ന മതം സത്യസന്ധമാണ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല, എനിക്കത് സത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജഡ്ജിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അയ്യുൽ ഖാദി അന്ന ദർഅ അമീറുൽ മുഅ്മിനീൻ. ഓ ജഡ്ജി, ഈ അങ്കി അലി റളിയല്ലാഹു തആലാന്റെ അങ്കിയാണ്. വഇന്നി തബഅത്തുൽ ജൈഷ വഹു മുന്തലിഖുൻ ഇലാ സിഫീൻ. മഹാനവറുകൾ സിഫീൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പട്ടാളത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചിരുന്നു. ഫസഖത്ത തിദ്റു അൻ ജമലിഹിൽ ഔറഖി. മഹാനവറുകളുടെ ഒട്ടകത്തിൽ നിന്ന് അങ്കി വീണുപോവുകയും ഞാനത് എടുക്കുകയും ചെയ്തതാണ് എന്നുള്ള സംഭവങ്ങൾ അവിടെ വിശദീകരിച്ചു കൊടുക്കുകയും മഹാനായ ആ ജഡ്ജിയുടെ മുമ്പിൽ വെച്ചുകൊണ്ടും അലി റളിയല്ലാഹു മുമ്പിൽ വെച്ചുകൊണ്ടും ഈ ദിമ്മിയായിരിക്കുന്ന അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത സംഭവം നമുക്ക് വളരെ രോമാഞ്ചമുണ്ടാക്കുന്ന സംഭവമാണ്. അതിനുശേഷം എന്തു പറയുന്നു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അമാ വഇന്നക ഖദ് അസ്ലംത ഫഇന്നി വഹബ്തുഹാ ലക. നിങ്ങൾ മുസ്ലിമാ സ്ഥിതിക്ക് ഇനി ആ അങ്കി എനിക്ക് തിരിച്ചു തരേണ്ടതില്ല, അത് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളൂ എന്ന് പറയുകയും മാത്രമല്ല, അങ്കി മാത്രമല്ല, ഈ കുതിരയെയും നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ വന്നിരുന്ന കുതിരയെ പോലും ആ വ്യക്തിക്ക് നൽകിയ മഹത്തായ ഉദാത്ത മാതൃക കാണിച്ച സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അങ്കി മാത്രമല്ല, തന്റെ കുതിരയെ പോലും ലഭിച്ച സന്തോഷത്തിൽ മഹാനായ ഈ മനുഷ്യൻ അവിടെ നിന്ന് പുറപ്പെടുകയും അവസാനം നെഹ്റുവാൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിനോട് കൂടെ ഈ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ഷഹീദായതായി ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു.
ഈ രൂപത്തിൽ മഹാനവറുകൾ നടത്തിയ ഒട്ടനവധി വിധികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൂഫയിലെ ജഡ്ജിയായി നിയമിച്ചത് മുതൽക്ക് 60 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം ആ ജഡ്ജിയുടെ ജോലി സത്യസന്ധമായ നിലയ്ക്ക് നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ വയസ്സ് 107 ആയ സന്ദർഭത്തിലാണ് അദ്ദേഹം അന്നത്തെ ഭരണാധികാരിയോട്, അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫിനോട് തന്റെ ഈ ജഡ്ജി പദവിയിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഈ ഇൽമിനും ഇബാദത്തിനു വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞിരിക്കുകയും ചെയ്തു. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിൽ എനിക്ക് കാലിയായിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞിരുന്ന് ഏറെ താമസിയാതെ തന്നെ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. വഫാത്താകുന്നതിന്റെ അല്പം മുമ്പ് അദ്ദേഹം കരയുന്നു. എന്തിനാണ് മഹാനവറുകളെ അവിടുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മറത്തൻ ലംസവി ബൈന മുതഖാസിമൈനി ഖാലു കൈഫ്. ഞാൻ ഒരു സന്ദർഭത്തിൽ രണ്ട് വ്യക്തികൾക്ക്, ഒരു വാദിയുടെയും പ്രതിയുടെ ഇടയിൽ ഞാൻ ശരിയായ നിലയ്ക്ക് വിധിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെ? കാല മാല കൽബീലി ഹരിഹിം. എന്റെ ഹൃദയം അവരിൽ ഒരാളിലേക്ക് അല്പം ഒന്ന് ചാഞ്ഞുപോയി. ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചതായിരിക്കുന്ന ആ വിധി എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു തേങ്ങലായി അവശേഷിക്കുകയാണ്. അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് മഹാനായ ഖാദി ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സംഭവം സിയർ അലാമുൻ നുബലായിലും തുടങ്ങിയ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഈ ചരിത്രത്തിൽ പറഞ്ഞതായിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥമായ സിയർ അലാമുൻ നുബല പോലുള്ള ആയിരിക്കുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. വല്ലാഹി ലാ അസ്തതിഉ അൻ അകൂന ഖാലിയൻ വൽ ഹജ്ജാജ് യഹ്കുമു. ഹജ്ജാജ് ഭരിക്കുന്ന കാലത്തോളം എനിക്ക് ഖാലിയായി നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖാദി സ്ഥാനം ഒഴിവാവുകയായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിലായിട്ട് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ അല്പം മുമ്പ് അദ്ദേഹം കരയുന്നതായിട്ട് തന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായപ്പോൾ ചോദിച്ചു, മഹാനവറുകളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞ മറുപടി ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും നീതിയോടുകൂടെ തന്നെയാണ് ഞാൻ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഒരവസരത്തിൽ ഒരു വാദിയുടെയും പ്രതിയുടെയും ഇടയിൽ ഞാൻ വിധിച്ചപ്പോൾ ഒരാളോട് പ്രത്യേക താല്പര്യം തോന്നിയതിനു വേണ്ടി അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചതായിരിക്കുന്ന സംഭവമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു തേങ്ങലായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനവറുകൾ മറുപടി പറയുകയുണ്ടായി. ഈ സംഭവമെല്ലാം നമുക്ക് സിയർ അലാമുൻ നുബല തുടങ്ങിയ ഷദറാത്ത് ദഹബ്, ഫവാത്തുൽ വഫയാത്ത് തുടങ്ങിയതായിരിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മഹാന്മാരോട് കൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.